ആദ്യം വിളമ്പുന്ന ഉപ്പേരി, ശർക്കര വരട്ടി തുടങ്ങിയ വിഭവങ്ങൾക്ക് തീ വിലയാണ് മാർക്കറ്റിൽ. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതുമൂലം ഏത്തക്കായുടെ വിലയിലുണ്ടായ വർധനയാണ് ഇതിന് മുഖ്യ കാരണം. ഏത്തക്കായ്ക്ക് 40 രൂപയാണ് വില. കഴിഞ്ഞ ആഴ്ച വരെ ഇത് 25 രൂപയായിരുന്നു. 150 രൂപയുണ്ടായിരുന്ന ശർക്കര വരട്ടിയുടെ വില 200 രൂപയായി. ഉപ്പേരിക്ക് 60 രൂപ വർദ്ധിച്ച് 190 രൂപയായി. ഏത്തപ്പഴം ഉൾപ്പെടെയുള്ള മറ്റു പഴങ്ങൾക്കും വില വർദ്ധിച്ചു. ചിങ്ങമ്പഴം 8 രൂപയിൽ നിന്ന് 12 രൂപയാവുകയും ചെറുപഴം 10 രൂപയിൽ നിന്ന് 14 രൂപയാവുകയും ചെയ്തു. തമിഴ്നാട്ടിൽ പഴത്തിന്റെ സീസണാവാത്തതാണ് വരവ് കുറയാൻ കാരണം. ആവശ്യക്കാരിപ്പോൾ ചിപ്സും മറ്റു ഓണത്തിന്റെ അത്യാവശ്യക്കാരെല്ലാവരും തോട്ടത്തിൽ പോയി ഡയറക്റ്റായിട്ട് വെട്ടിക്കൊണ്ടുവരിക. അവിടെ ചെന്ന് ഇവർ ആവശ്യത്തിന് കിട്ടുന്ന വിലക്ക് വാങ്ങാം. 1 രൂപ 2 രൂപ കൂടിയാലും ആവശ്യത്തിന് ഇപ്പോൾ ഒരു വണ്ടി വിളിച്ച് അവിടെ ചെല്ലുന്നതിൻ്റെ ഭാഗത്തിലായിട്ട് ആവശ്യത്തിന് ഉള്ള കയറ്റിക്കൊണ്ട് പോരും. അപ്പോൾ അവിടെ തോട്ടത്തിൽ തന്നെ വില കൂടിയ ഈ അവസ്ഥയാണ് ഇപ്പോൾ. വില കൂടുതലാണെങ്കിലും വാങ്ങാതിരിക്കാൻ സാധിക്കില്ലെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. പഴത്തിന് എന്തായാലും ഓണം വന്നു കഴിഞ്ഞാൽ പഴത്തിന്റെ വില നോക്കില്ലല്ലോ ആൾക്കാർ. ഉള്ള വിലയ്ക്ക് എന്തായാലും വാങ്ങിക്കുമല്ലോ. നേന്ത്രപ്പഴം എന്തായാലും വാങ്ങിക്കും ആൾക്കാർ. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആന്ധ്രയിൽ നിന്ന് പൂവൻപഴം മാത്രമാണ് അധികമായി വരുന്നത്. വയനാട്, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നിന്ന് പഴവും ഏത്തക്കായും കൂടുതലെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും പഴത്തിനുമൊക്കെയായി ഓണക്കാലത്ത് മലയാളിയുടെ പോക്കറ്റിൽ നിന്നും പണം കുറെ ചിലവാകുമെന്ന് തീർച്ച. എങ്കിലും ഓണത്തിന്റെ രുചിഭേദങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇവയെ ഒഴിച്ചു നിർത്തിയുള്ളൊരാഘോഷം മലയാളിക്ക് ചിന്തിക്കാനാവില്ല. ക്യാമറാമാൻ അരുൺ ആലക്കോടിനൊപ്പം എസ് ജാഗിൻ, ഇന്ത്യ വിഷൻ, കൊച്ചി.